പാലക്കാട് ഒറ്റപ്പാലത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. പ്രദേശവാസിയായ യുവാവാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. കോഴിക്കോട് സ്വദേശികളായ യുവാക്കൾക്ക് പൊള്ളലേറ്റു. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എപ്പോഴാണ് ഈ സംഭവം? ഈ യുവാക്കളുടെ പൊള്ളൽ ഗുരുതരമാണോ? സ്മൃതി, ഇന്ന് പുലർച്ചെ 2:30 ഈ ആക്രമണം ഉണ്ടാവുന്നത്. ഒറ്റപ്പാലം വരോടിന് സമീപം ചുനങ്ങാട് വാണി വിലാസിനിയിൽ ഒരു വീട് നിർമ്മാണത്തിന്റെ തൊഴിലാളികളായാണ് കോഴിക്കോട് സ്വദേശികളായ പ്രജീഷും ജിഷ്ണുവും ഈ ഒറ്റപ്പാലത്തേക്ക് എത്തുന്നത്. ഇവർ ഈ വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് അയൽവാസിയായ നീരജ് ഇവർക്ക് നേരെ ഈ പെട്രോൾ ബോംബ് എറിയുന്നത്. ഈ യുവാക്കൾ 4 പേരും, നിർമ്മാണ തൊഴിലാളികൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് നേരെയായിരുന്നു ഈ അയൽവാസിയായ യുവാവിൻ്റെ ഈ അതിക്രമം. ഉടൻ തന്നെ നാട്ടുകാർ ഈ ശബ്ദം കേട്ട് ഇവിടേക്ക് എത്തുകയായിരുന്നു. 50% ഈ യുവാക്കൾക്ക് പൊള്ളലേറ്റെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഒറ്റപ്പാലം വാണിവിലാസിനി സ്വദേശിയായിട്ടുള്ള നീരജനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് ഒറ്റപ്പാലം പോലീസ് അറിയിക്കുകയും ചെയ്തതാണ്. എന്താണ് ഈ അതിക്രമത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് കാരണം എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ ഈ വാണിവിലാസിനി സ്വദേശിയായ നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. ഇതിൽ 2 യുവാക്കൾക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവർ 2 പേരും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്മൃതി, ശരി. ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇക്ബാൽ അർക്കലാണ് വിവരങ്ങൾ നൽകിയത്.